ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഒടുവിൽ സമ്മതിച്ച ഹമാസ്. വമ്പൻ വാർത്തയാണ് പുറത്തു വരുന്നത്. ബന്ദികളെ മുഴുവൻ വിട്ടയക്കാമെന്ന് ഒടുവിൽ ഹമാസ് സമ്മതിച്ചിരിക്കുന്നു. വെടിനിർത്തൽ കരാർ സാധ്യമാകാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഇപ്പോൾ അമേരിക്ക തന്നെ വ്യക്തമാക്കുകയാണ്. വമ്പൻ നീക്കമാണ് മൊസാദും CIA-യും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. CIA-യുടെ തലവൻ തന്നെ ബന്ദിമോചന ചർച്ചകൾക്കായി നേരിട്ട് രംഗത്തിറങ്ങി. അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം CIA-യുടെ തലവൻ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് രഹസ്യ സന്ദർശനം നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി CIA തലവൻ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറെക്കുറെ ബന്ദിമോചന ചർച്ചകൾ പൂർത്തിയായിരിക്കുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഹമാസിന്റെ പക്കലുള്ള മുഴുവൻ ബന്ദികളും ജീവനോടെയോ അല്ലാതെയോ മോചിതരാകുമെന്നാണ് ഇപ്പോൾ CIA-യുടെ തലവൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മധ്യസ്ഥരായിട്ടുള്ള ഖത്തറും ഈജിപ്തും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നു. മൊസാദിനെ നിലയ്ക്കു നിർത്താൻ ട്രംപിന്റെ മുന്നറിയിപ്പിന് കഴിഞ്ഞിരിക്കുന്നു. ഹമാസിനെ നിലയ്ക്കു നിർത്താൻ ട്രംപിന്റെ കനത്ത നിർദ്ദേശത്തിന് കഴിഞ്ഞിരിക്കുന്നു. ട്രംപിന്റെ അന്ത്യശാസനത്തിൽ ഭയന്ന് വിറയ്ക്കുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ. അതുമാത്രവുമല്ല, ബന്ദിമോചന ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നുവെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. അതിന് പ്രധാനമായ കാരണം നിരവധി ബന്ദികളുടെ മൃതശരീരങ്ങൾ ഗാസയിലെ വിവിധ തുരങ്കങ്ങളിൽ നിന്ന് അടുത്തിടെ ഇസ്രായേലിന് ലഭിച്ചിരുന്നു. യൂസഫ് മെയ്ദീൻ എന്ന് പറയുന്ന ഒരാളുടെ 53-കാരൻ്റെ മൃതശരീരം ലഭിച്ചതിന് പിന്നാലെ ഹംസ മെയ്ദീൻ എന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ മൃതശരീരവും ലഭിച്ചു. അപ്പോൾ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദും ഷിൻബെറ്റും ഒക്കെ വളരെ കൃത്യമായ ഒരു അറിയിപ്പ് ഇസ്രായേലിൻ്റെ ഭരണകർത്താക്കൾക്ക് നൽകി. ഇനിയും അധികം ബന്ദികൾ ജീവനോടെ ഹമാസിൻ്റെ പക്കലില്ല. ഹമാസിന്റെ പക്കലുള്ള ബന്ദികളിൽ ഭൂരിഭാഗത്തിനെയും പല ഘട്ടങ്ങളിലായി ഹമാസ് കൊന്നൊടുക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബന്ദികളെ വച്ചുള്ള സമ്മർദ്ദതന്ത്രങ്ങൾ ഇനി ഹമാസിന് അനുവദിച്ച് നൽകേണ്ടതില്ല. ഈ വിവരം ലഭിച്ചതിന് പിന്നാലെ കൂടുതൽ ബന്ദികളെ ഹമാസ് കൊലപ്പെടുത്തിയെന്ന് അറിഞ്ഞതിന് പിന്നാലെ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറാനുള്ള അനൗദ്യോഗിക നിർദ്ദേശം ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ സേനാ വിഭാഗത്തിന് നൽകി. ദോഹയിലെ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലുണ്ടായിരുന്ന മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബെർണിയ ആ യോഗത്തിൽ നിന്നും തിരികെ പോകാനുള്ള സാഹചര്യം ഒരുങ്ങി. അതുമാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം ഡേവിഡ് ബെർണിയയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഇനി ഒരു ഹമാസിൻ്റെ നേതാക്കന്മാരും ലോകത്തൊരിടത്തും ജീവനോടെ ഇരിക്കരുത്. ഇസ്രായേലിൻ്റെ ജൂതൻ്റെ രക്തത്തിന് പകരം ചോദിക്കണം. ജൂതന്റെ ജീവന് ഹമാസിന്റെ രക്തം കൊണ്ടുള്ള പകരം വീട്ടണം. ഇതായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു മൊസാദിന്റെ തലവന് നൽകിയ നിർദ്ദേശം. ഇതിന് പിന്നാലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഹമാസിന്റെ നേതാക്കന്മാരെ തിരഞ്ഞ് മൊസാദിന്റെ ചാരക്കണ്ണുകൾ എത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. ഇതുകൂടാതെ ഇതിന് പിന്തുണയുമായി CIA-യുടെ ചാരന്മാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇരമ്പിയെത്തി. ഏറ്റവും ഭയപ്പെട്ടത് ഖത്തറാണ്. വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് ഭാഗികമായി ഇസ്രായേൽ പിന്മാറിയതിന് പിന്നാലെ മൊസാദിന്റെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് ഖത്തർ ഭയന്നു. ദോഹയിൽ ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന ഹമാസിന്റെ അവശേഷിക്കുന്ന നേതാക്കന്മാരുടെ തല മൊസാദ് എടുക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി. ഇതിന് പിന്തുണയുമായി CIA കൂടി രംഗത്തെത്തിയതോടെ തന്നെ ഒസാമ ഹംദാൻ അടക്കമുള്ള അവശേഷിക്കുന്ന ഹമാസിന്റെ ലീഡർമാരുടെ ഭീതി ഇരട്ടിയായി വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് ഇനി പിടിച്ചു നിൽക്കാൻ കഴിവില്ലെന്നും ഇനി വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോയാൽ അത് ഹമാസിൻ്റെ സമ്പൂർണമായ അന്ത്യത്തിന് കാരണമാകുമെന്നുള്ള തിരിച്ചറിവ് ഹമാസിൻ്റെ നേതൃത്വത്തിനുണ്ടായത്. അതുമാത്രവുമല്ല, ഹമാസിനെ കൈവിടുമെന്ന് ഖത്തറും ഈജിപ്തും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. ബന്ദികളെ വിട്ടയച്ച് നിലവിലുള്ള വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കിയില്ലെങ്കിൽ ഹമാസിന്റെ അവശേഷിക്കുന്ന നേതാക്കന്മാരെ സംരക്ഷിക്കാൻ ഈശ്വരന് പോലും കഴിയില്ല എന്നുള്ള കാര്യം, ദൈവത്തിന് പോലും കഴിയില്ല എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്താൻ ഖത്തറിന് സാധിച്ചു. ഇനിയും ഒരു പ്രകോപനത്തിന് ഖത്തറോ ഈജിപ്റ്റോ മുതിരില്ല എന്ന് ഹമാസിന് കൃത്യമായി അറിയാം. കാരണം ഏറ്റവും ഉഗ്രപ്രതാപിയായ ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. ട്രംപിൻ്റെ 2-3 ഉഗ്രശാസനങ്ങളെ ഹമാസ് തള്ളിക്കളഞ്ഞിരുന്നു. ജനുവരി മാസം 20-ാം തീയതിയാണ് ഡെഡ് ലൈനായി ട്രംപ് ഹമാസിന് മുന്നിൽ നൽകിയത്. ആ തീയതിക്ക് എത്തുന്നതിന് മുൻപ്
മുഴുവൻ ബന്ദികളും മോചിതരാകണമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയത്. അതിന് സാധ്യമായില്ലെങ്കിൽ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും നരകതുല്യമായ കാര്യങ്ങളായിരിക്കും ഹമാസിന് നേരിടേണ്ടി വരുന്നത് എന്നുകൂടി ട്രംപ് കൂട്ടിച്ചേർത്തു. എന്നാൽ ആ ജനുവരി 20 വരെ കാത്തിരിക്കേണ്ടതില്ല എന്നായിരുന്നു മൊസാദിന്റെ തീരുമാനം. മൊസാദിന്റെ തലവന് ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയതും അതുപ്രകാരം തന്നെയാണ്. അതേസമയം ജനുവരി 20 ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുകയോ ഹമാസിനെ സമ്പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുകയോ വേണമെന്ന മറ്റൊരു നിർദ്ദേശം കൂടി നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിരുന്നു. താൻ അധികാരമൊഴിയുന്നതിന് മുൻപ് പരമാവധി ബന്ദികൾ മോചിപ്പിക്കപ്പെടണം, അല്ലാത്ത പക്ഷം ഹമാസിന്റെ അന്ത്യം കാണണം. ഇതിന് തങ്ങളെ സഹായിക്കണമെന്ന് അമേരിക്ക ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിച്ചു. ഇതിനു വേണ്ട സമ്പൂർണ്ണമായ പിന്തുണ നൽകാമെന്നും ജോ ബൈഡൻ കൃത്യമായി പറഞ്ഞു. അതിന് പിന്നാലെയാണ് ഗാസയിലും മറ്റ് പ്രദേശങ്ങളിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കുമടക്കം ആക്രമണം അതിരൂക്ഷമാക്കിയത് ഇസ്രായേൽ സേന. കഴിഞ്ഞ 3-4 മണിക്കൂറിനിടയിൽ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടത് ഹമാസിന്റെ എണ്ണം പറഞ്ഞ കമാൻഡർ തലവന്മാരാണ്. സാംബ്ര ബറ്റാലിയന്റെ തലവനെ തീർത്തു, നുക്ബ ബറ്റാലിയന്റെ ഡയറക്ടറെയും ഡെപ്യൂട്ടി ഡയറക്ടറെയും തീർത്തു. അങ്ങനെ എണ്ണപ്പെട്ട ഹമാസിന്റെ നേതാക്കന്മാരെ ഒന്നൊന്നായി തലയെടുത്ത് മുന്നേറുകയാണ് ഇസ്രായേലി സേന. യഹിയ സിൻവാറിന്റെ വധത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസിന്റെ നേതാക്കന്മാരെ വധിച്ചത് കഴിഞ്ഞ മണിക്കൂറുകളിലാണ്. ഇതുകൂടി സാധ്യമായതോടുകൂടി ഒസാമ ഹംദാൻ അടക്കം നിരവധി ഹമാസ് നേതാക്കന്മാർക്ക് ഉറക്കമില്ലാതെയായി. അൾജീരിയയിൽ ഒളിവിൽ കഴിയുന്ന ഒസാമ ഹംദാനെ തേടി മൊസാദിന്റെ ചാരക്കണ്ണുകൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തുർക്കിയിൽ ഒളിവിൽ കഴിയുന്ന മറ്റു നേതാക്കന്മാരുടെ സ്കെച്ചും പ്ലാനും തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു മൊസാദ്. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ, സൗദിയിൽ, മറ്റ് അറബ് രാജ്യങ്ങളിൽ, ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഹമാസിന്റെ നേതാക്കന്മാർക്ക് ജീവനോടെ തുടരാനാകില്ല എന്ന ചിന്ത അവരിൽ തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഹമാസിന്റെ തലവന്മാരുടെ തലയെടുക്കാനുള്ള ഓപ്പറേഷന് മൊസാദും CIA തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. മൊസാദിന്റെ ചാരക്കണ്ണുകളിൽ നിന്ന് ലോകത്തൊരിടത്തു നിന്നും രക്ഷപ്പെടാൻ ഹമാസിന്റെ നേതാക്കന്മാർക്ക് കഴിയില്ല എന്ന് ഹമാസ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അതുമാത്രവുമല്ല, ഇനിയും നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഖത്തറും ഈജിപ്തും തുർക്കിയും അടക്കം ഹമാസിനോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവൻ വേണമെങ്കിൽ ഹമാസിന്റെ പക്കലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെന്ന അന്ത്യശാസനമാണ് ഇപ്പോൾ ഖത്തറും ഈജിപ്തും ഒക്കെ നൽകിയിരിക്കുന്നത്. ഒടുവിൽ മറ്റു ഗത്യന്തരമില്ലാതെ ആയുധം വെച്ച് കീഴടങ്ങുകയാണ് ഹമാസ്. ബന്ദികളെ മുഴുവൻ വിട്ടയക്കാമെന്ന് ഹമാസ് സമ്മതിച്ചിരിക്കുന്നു. നെറ്റ്സാരിം കോറിഡോറിൽ നിന്നോ ഫിലാഡൽഫി കോറിഡോറിൽ നിന്നോ ഇസ്രായേലി സേന പിന്മാറില്ല. 3 ഘട്ടമായിട്ടായിരിക്കും ഈ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുക. ആദ്യ ഘട്ടം എന്നുള്ളത് 2 ആഴ്ച നേടുന്ന ബന്ദിമോചനത്തിൻ്റെതാണ്. ആ ബന്ദിമോചനം സാധ്യമാകുമ്പോഴേക്കും ഗാസയിലെ തന്ത്രപ്രധാന മേഖലകളിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറുമെന്നാണ് നിലവിലെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. അത് കൂടുതൽ ചർച്ചകളിലൂടെ 2 ദിവസത്തിനുള്ളിൽ ഒരു കരാറിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഏവരും കരുതപ്പെടുന്നത്. എന്തായാലും ബന്ദിമോചനത്തിലുള്ള വഴി തുറന്നിരിക്കുന്നു. കയ്യിലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാമെന്ന് ഹമാസ് സമ്മതിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഞങ്ങളെ ഇനിയും ആക്രമിച്ച് കൊലപ്പെടുത്തരുത് എന്ന് കൈകൂപ്പി കേണ് പറയുകയാണ് ലോകത്തെ ഹമാസിന്റെ നേതാക്കന്മാർ.